ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളിൽ ഒന്നാണ് അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി. സഖ്യത്തിലുണ്ടെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കാനാണ് AAP നേരത്തെ താൽപര്യപ്പെട്ടത്. കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങൾ സ്വീകരിച്ച ചില നിലപാടുകളും ഇതിന് കാരണമായി. പഞ്ചാബിലും ഹരിയാനയിലുമെല്ലാം AAP കോൺഗ്രസ് സഖ്യമില്ലായിരുന്നു. ഡൽഹിയിലും ഇതേ വഴിയാണ് ഒരുങ്ങുന്നത്. അടുത്ത വർഷം ആദ്യത്തിലാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ്. 70 അംഗ നിയമസഭയിൽ AAPക്ക് 2/3 ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ 2 തവണ നടന്ന തിരഞ്ഞെടുപ്പുകളിലും AAPക്ക് ജനങ്ങൾ സമ്പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ BJPക്കൊപ്പം നിൽക്കും. ഇത്തരം വ്യത്യസ്തമായ കണക്കുകൾക്കിടെയാണ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AAP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിനിടെയാണ് ഈ പ്രതികരണമുണ്ടായത്. ഡൽഹിയിൽ സ്വാധീനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് കെജ്രിവാളിന്റെ ഈ തീരുമാനം. ഒരു കാലത്ത് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഷീലാ ദീക്ഷിത് തുടർച്ചയായി കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഡൽഹിയിൽ അഴിമതി ആരോപണം ഉയർത്തിയാണ് കെജ്രിവാളിന്റെയും AAPയുടെയും ഉദയം. പിന്നീട് മാറിമറിഞ്ഞ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കോൺഗ്രസിന് കൈകൊടുക്കാൻ AAP തയ്യാറായി എന്നത് വേറെ കാര്യം. 2 പാർട്ടികളും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളത് BJPയെയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുമായും സഖ്യമുണ്ടാകില്ലെന്നും AAP തനിച്ചു മത്സരിക്കുമെന്നുമാണ് കെജ്രിവാൾ പറഞ്ഞത്. രാജ്യതലസ്ഥാനത്ത് സ്വാധീനം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് BJP. കോൺഗ്രസിനും AAPക്കുമിടയിൽ വോട്ടുകൾ ഭിന്നിച്ചാൽ നേട്ടം BJPക്കാകും. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ പ്രഖ്യാപനം BJPക്ക് ആശ്വാസമാണ്. എന്നാൽ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കഴിഞ്ഞകാല ചരിത്രമാണ് കെജ്രിവാളിന് ധൈര്യം പകരുന്നത്. 70 അംഗ നിയമസഭയാണ് ഡൽഹിയിലേത്. ഇതിൽ 62 സീറ്റിലും AAPയാണ് വിജയിച്ചത്. അടുത്തിടെ നിരവധി കോൺഗ്രസ് BJP നേതാക്കൾ AAPയിൽ ചേർന്നിരുന്നു. ഇവരെ കൂടി ഉൾപ്പെടുത്തി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക AAP പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 26 പാർട്ടികൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യ സഖ്യം. ഡൽഹിയിൽ ഈ സഖ്യം ചേർന്ന് നിന്നാൽ BJPക്ക് വലിയ തിരിച്ചടി തന്നെയാകുമത്. എങ്കിലും തങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി മികച്ച വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് AAPയെ നയിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AAP കോൺഗ്രസ് സഖ്യം ചേർന്ന് മത്സരിച്ചുവെങ്കിലും 7 സീറ്റിലും BJPയാണ് വിജയിച്ചത്.